The host is allowing participants. Good morning to all. Good morning, madam. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? Good morning, ma'am. Good morning. എന്റെ പേര് രശ്മി വേണുഗോപാൽ. വയസ്സ് 40. ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ പലരും വെളിരാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം യുദ്ധത്തിന്റെ ഒരു സാധ്യത വളരെ വിഷമത്തോടുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇസ്രായേലും ഇറാനും അതുമൂലം പല പല അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് അവര് മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. അങ്ങനെ നമ്മുടെ ഒരുപാട് സഹോദരങ്ങള് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഭഗവാൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മോർണിംഗ് സെഷൻ തുടങ്ങാം. എത്രയും പെട്ടെന്ന് ആ യുദ്ധമൊക്കെ അവസാനിച്ച് നമുക്ക് നല്ല ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷം, ഈ ഇസ്രായേലിലെയും ഇറാനിലെയും എല്ലാ മനുഷ്യരെല്ലാം ഒരുപോലാണല്ലോ. ഈ ജനങ്ങൾക്കെല്ലാം തന്നെ സമാധാനവും സന്തോഷവും ത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഭഗവാൻ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. നിങ്ങളെ പോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ഞാന് എനിക്ക് ഷുഗർ, ഉറക്കമില്ലായ്മ, അങ്ങനെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നെ അലട്ടിയിരുന്നു. എനിക്ക് ഒരിടത്ത് ഇരിക്കാൻ പറ്റത്തില്ല, ചമ്പ്രം പൂട്ടി ഇരിക്കാൻ പറ്റത്തില്ല, കാലുവേദന, ശരീരവേദന, ഷുഗറിന്റെ ഒരു വലിയ പ്രശ്നം, യൂറിനറി ഇൻഫെക്ഷന്, അങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളിൽ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത്. എന്റെ കോച്ച് മൂന്നാർ മറയൂരുള്ള ദീപ്തി സന്തോഷ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ദീപ്തി സന്തോഷിനെ. എപ്പോഴും ചിരിച്ചുകൊണ്ട് കഥ പറയുന്ന മുത്തശ്ശി, അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലരും ചേച്ചിയെ കുറിച്ച് പറയുന്നത്. ആ ദീപ്തി സന്തോഷ് എന്ന് പറയുന്ന ചേച്ചിയാണ്, മാഡമാണ്, എന്റെ ചേച്ചിയും കൂടാണ്. പുള്ളിക്കാരിയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാൻ തന്നെ കാരണം. അപ്പൊ ഞാനത് പറയാനുണ്ടായ കാരണം എന്താന്ന് വെച്ചാല്, എനിക്ക് ഷുഗർ ഇങ്ങനെ കൂടിയിട്ട് യൂറിനറി ഇൻഫെക്ഷനായി, മാനസിക ബുദ്ധിമുട്ടായി. അതിനേക്കാൾ കൂടുതല് എനിക്ക് ഉറക്കം ഒരു വലിയ പ്രശ്നമായിരുന്നു. ഉറക്കം എന്ന് വെച്ചാ ഒരു 8 മണി, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഉറക്കം വരാൻ തുടങ്ങും. 7 മണിക്ക് ഉറക്കം വരാൻ തുടങ്ങിയാല് ഒരു 8-8:30, എന്റെ ഹസ്ബൻഡ് സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇദ്ദേഹം ഒരു 8-8:30 ആവുമ്പോൾ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഏകദേശം പകുതി ഉറക്കത്തിലാണ്. അപ്പൊ പിന്നെ വഴക്കായി, ചീത്തവിളിയായി, ബഹളമായി. ആ ദിവസം അങ്ങനെ അങ്ങ് പോകും. പിറ്റേത് എന്നിട്ട് ഒരു 12 മണിക്കുള്ളിൽ ഞാൻ ഉണരും. പിന്നെ എനിക്ക് ഉറങ്ങാനും പറ്റാറില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തില് രാവിലെ പകലാണെങ്കിൽ മൊത്തം ഉറക്കം, വീട്ടിലെ ജോലികളൊന്നും ശരിയാകത്തില്ല, വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. എപ്പോഴും ഉറക്കം തൂങ്ങല്, കിടപ്പ്, ക്ഷീണം, ഇതായിരുന്നു എന്റെ പ്രധാന പരിപാടി. വീട്ടില് ഭർത്താവ് ചേട്ടനുമായിട്ട് ദിവസവും വഴക്കും. എന്ന് വെച്ചാൽ 8 മണിക്ക് വിളിക്കുമ്പോഴേ ഞാൻ ഉറക്കവാ, നിനക്ക് ഭയങ്കര ക്ഷീണമാ, നിനക്ക് അത് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന പോലത്തെ ഒരു സംസാരം, വഴക്ക്, അങ്ങനെയായിരുന്നു സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നത്. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്റെ പല പ്രശ്നങ്ങളും, ഷുഗർ വളരെ പെട്ടെന്ന് തന്നെ നോർമലായി, അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടായി. ഈ നമ്മുടെ കോൺഫിഡൻസ് ലെവല്, അതാണ് എന്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ തന്നെ ഒരു കോൺഫിഡൻസ് ലെവല് നമുക്ക് വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്ക് അങ്ങനെയാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ തുടരാനുണ്ടായ ഒരു സാഹചര്യം. ഇതിൽ ഏറ്റവും എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് വെച്ചാൽ, ഈ എന്റെ ഉറക്കം എന്ന് പറയുന്നത് സെറ്റായി. ഞാൻ കറക്റ്റ് ഫുഡ് കഴിച്ചു. രാവിലെ എനിക്ക് ഹാല ചെയ്തില്ലെങ്കിൽ പറ്റത്തില്ല, അതുപോലത്തെ ഒരു രീതിയിലേക്ക് ഞാൻ മാറി. ഇതാണ് എന്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഒരു 80 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 75 കിലോ 80 കിലോ ആയിരുന്നു എന്റെ വെയിറ്റ്. ഞാനിപ്പം അത് കുറച്ച് ഏകദേശം ഒരു 65 കിലോ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്റെ ഇത്രയും വലിയൊരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഉറക്കം എന്നത് സെറ്റ് ആയപ്പോ തന്നെയാണ് ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങിയത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ, ഉറക്കമില്ലായ്മ നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നമാണോ?
നമ്മൾ പൊതുവേ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. ശരിയല്ലേ? ഉറക്കമില്ലായ്മ നമുക്ക് നമ്മൾ ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവം ഉറക്കം. ഈ സംഭവം എന്ന് വെച്ചാല് നമ്മളെല്ലാവരും പറയും എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ സ്വർണം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ശരിയല്ലേ? സത്യല്ലേ? അതെ. അപ്പൊ നമ്മള് ഉറക്കക്കുറവ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു നമുക്ക് രാത്രി കിടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഉറക്കം വരുന്നില്ല, അതാണ് നമ്മുടെ ഉറക്കക്കുറവിന്റെ ലക്ഷണങ്ങൾ എന്നാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും അല്ല ഉറക്കക്കുറവിന്റെ ലക്ഷണങ്ങള്. സാർ ഇപ്പൊ സ്ലൈഡ് ഇടണ്ട, ഞാൻ പറയുമ്പം ഇട്ടാ മതി. ഇപ്പൊ നമ്മള് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് നമ്മുടെ ഈ ഉറക്കക്കുറവിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് വെച്ചാല് ഈ രാത്രിയില് നമ്മൾ നേരത്തെ നമുക്ക് ഉറക്കം വരിക, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷണം. നേരത്തെ തന്നെ ഒരു 7 മണി 8 മണി ആകുമ്പോൾ തന്നെ ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി ആ ഉറങ്ങി കഴിയുമ്പോൾ തന്നെ രാത്രി നമുക്ക് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് ഉണർന്നിരിക്കുന്ന അവസ്ഥ, അത് നമ്മുടെ ഉറക്കക്കുറവിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അതുപോലെ തന്നെ പകൽ എപ്പോഴും ഉറക്കം തൂങ്ങി അവിടെ കിടന്നാൽ ഉറക്കം, ഇവിടെ ഇരുന്നാൽ ഉറക്കം. നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ, ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ സുഖമായിട്ട് ഉറങ്ങും. അങ്ങനെ ഉറക്കക്കുറവ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുക. അതുപോലെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മറവി. ഈ ഉറക്കക്കുറവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മറവി. നമ്മള് എപ്പോഴും ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് മറന്നുപോകും. നമ്മൾ കണ്ട് മറന്ന നമ്മൾ അടുത്ത് അറിയാവുന്ന പരിചയക്കാരുടെ മുഖങ്ങൾ പോലും നമുക്ക് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു അവസ്ഥ. ഇത് ഉറക്കക്കുറവിന്റെ കാര്യമാണ്. അതുപോലെ തന്നെ വിശപ്പ് കൂടുകയും കുറയുകയും ചെയ്യുന്നതും ഉറക്കക്കുറവിന്റെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഒട്ടും ഉറക്കമില്ലാതിരുന്നാല് ദഹനപ്രക്രിയ നമ്മുടെ നല്ലതായിട്ട് നടക്കത്തില്ല. ദഹനപ്രക്രിയ നടക്കാതിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ അമിതമായി ഫുഡ് കഴിക്കാൻ തോന്നും. എത്ര കഴിച്ചാലും നമുക്ക് കഴിച്ചത് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ അങ്ങനെയും നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ എത്രയെങ്കിലും വയറ് നിറയുന്നതായിട്ട് തോന്നത്തില്ല. നമ്മൾ എത്രയെങ്കിലും ഒക്കെ വലിച്ചു വാരി നമ്മൾ എന്തൊക്കെയോ കഴിച്ച് എപ്പോഴും ഫില്ലായിട്ടിരിക്കും. എന്നിട്ട് ഉറക്കം തൂങ്ങി അവിടെയും കിടന്ന് ഇവിടെയും കിടന്നിട്ട് ഇങ്ങനെ നമ്മുടെ ജീവിതം പോകും. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? നമ്മളൊക്കെ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങളല്ലേ അത്? അതുപോലെ തന്നെ സംസാരത്തിന്റെ ഒരു ആവർത്തനത. ഒരു കാര്യം തന്നെ നമ്മൾ പല പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ല. അപ്പൊ അത് ശരിയാണോന്ന് അറിയാതെ നമ്മൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ചില കാര്യങ്ങള് അത് ആൾക്കാർക്ക് കേൾക്കുന്നവർക്ക് ആവർത്തന വിരസത. ഇപ്പൊ ഞാൻ തന്നെ ആയാലും നിങ്ങളോട് സംസാരിച്ചിരിക്കും, ഒരു കാര്യം തന്നെ പല പ്രാവശ്യം പറഞ്ഞോണ്ടിരുന്ന എവിടെ അറിയും, നിങ്ങളായാലും വിചാരിക്കും, നമ്മളെല്ലാരും വിചാരിക്കും ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, നമ്മുടെ ഇടർച്ച, കാലിടറുക, അങ്ങനെ. ഹലോ, നിങ്ങളെല്ലാം ഓക്കെ അല്ലേ? കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ കാലിൽ ഇടറുക, നമ്മൾ ഒരിടത്ത് സ്റ്റേബിൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന നമ്മുടെ പങ്കാളിയുമായിട്ടുള്ള വഴക്ക്, സ്ഥിരം സംഭവം, അങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങള്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തളർച്ച ഉണ്ടാകുക. നമ്മൾ എവിടെങ്കിലും ഇരുന്നിട്ട് നമ്മളൊരു പകുതി ഉറക്കത്തിലായിരിക്കും നമ്മൾ അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ എണീക്കുമ്പോഴായിരിക്കും വിചാരിക്കുന്നത്, അയ്യോ നമ്മൾ എവിടെ ഇരിക്കുന്നേ, എന്താണെന്ന് ഒരു സ്ഥലകാല വിഭ്രാന്തി ഉണ്ടാവുക. ഇതെല്ലാം നമുക്ക് ഉറക്കക്കുറവിൽ നിന്ന് ഉണ്ടാകുന്ന, നമ്മൾ ഡെയിലി ജീവിതത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെ. ശരിയല്ലേ? നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചിട്ടുള്ള, ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയില് നമ്മളെല്ലാവരും സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നേരത്തെ നമ്മളെല്ലാവരും ഇതെല്ലാം അഭിമുഖീകരിച്ച് വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. അല്ലേ? ശരിയാണല്ലോ? അതെ. അപ്പൊ നമ്മൾ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാല് നമുക്ക് പ്രിയപ്പെട്ട ഒരു സംഭവമാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഭവം എന്താണെന്നറിയാവോ? എയർ ഫ്രഷ്. അതെ, എയർ ഫ്രഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി ഡ്രിങ്ക്. അത് കറക്റ്റ് ഒരു എനർജി പാക്കാണ് ഈ എയർ ഫ്രഷ്. അതില് നമ്മുടെ എനർജി കൂട്ടുന്നതോടൊപ്പം നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ ലെവല് കറക്റ്റ് ആക്കി നിർത്തുകയും അങ്ങനെ നമുക്ക് നല്ല എനർജിയോടുകൂടി നിൽക്കാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ എയർ ഫ്രഷ്, അല്ലേ?
അല്ലേ? അതെ. അപ്പം അത് കഴിഞ്ഞ് ഷേക്ക് നമ്മുടെ ഫോർമുല 1ഉം ഷേക്ക് മേറ്റും പ്രോട്ടീന്. എനിക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് ഞാൻ അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചൊരു സംഭവമായിരുന്നു ഫൈബർ. അത് ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഫൈബർ. അങ്ങനെ ഇതൊക്കെ ചേർന്ന് നമുക്ക് സൂപ്പർ ഷേക്ക്, അങ്ങനെ നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നെങ്കിൽ തന്നെ നമുക്ക് ഇപ്പൊ നമ്മളെ ഏറ്റവും ബാധിച്ചേക്കുന്ന ഒരു പ്രശ്നമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഈ ഉറക്കമില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നത്തിന് നമ്മുടെ കമ്മ്യൂണിറ്റി, അതെന്തോ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ തന്നെ ജനങ്ങളെ എടുത്താല് നമ്മുടെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഉറക്കമില്ലാത്ത ജനങ്ങളുടെ സ്ലൈഡ് ഒന്ന് ഇടുന്നേ. നമ്മുടെ ഉറക്കമില്ലാത്ത പ്രശ്നം അഭിമുഖീകരിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. കണ്ടോ? ഇത് നമ്മുടെ റിപ്പോർട്ടാണ്. നമ്മൾ നോക്കിക്കേ, ഈ ലോകത്തിലെ രണ്ടാമത്തെ ഉറക്കമില്ലാത്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എന്താ കാര്യം? നമുക്ക് പൈസ ഉണ്ടാക്കണം, നമ്മൾ ഓട്ടവാ. നമ്മളിങ്ങനെ പൈസ ഉണ്ടാക്കാനും ജീവിതം മെച്ചപ്പെടുത്താനുമായിട്ട് നമ്മുടെ ഇന്ത്യക്കാരിങ്ങനെ ഓടി അവിടെ പോകുന്നു, ലണ്ടനിൽ പോകുന്നു, കാനഡയിൽ പോകുന്നു, ഇവിടെ പോയി എങ്ങനെയെങ്കിലും നമ്മൾ പൈസ ഉണ്ടാക്കണം. അതിന് നമ്മൾ റെസ്റ്റ് ഇല്ല. നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ആഹാരമോ ഒന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ ജീവിച്ചു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഉറക്കമില്ലായ്മ ഉണ്ടാകുന്നത്. നമ്മുടെ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഉറക്കമില്ലാത്ത രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്തുവാ? ക്ഷീണം. അടുത്ത സ്ലൈഡ് ഇട്ടോ സാറേ. ക്ഷീണം, പകൽ സമയത്തെ ഉറക്കം, മൂഡ് സ്വിങ്, അതുപോലെ തന്നെ അമിതമായ ക്ഷീണം, അങ്ങനെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങള് നമുക്ക് ഈ ഉറക്കക്കുറവ് കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടം. നിങ്ങൾ നോക്കിക്കേ, ഈ സ്ലൈഡ് നോക്കിക്കേ. നമ്മുടെ അമിതമായ ക്ഷീണം, അതുപോലെ തന്നെ പകൽ സമയങ്ങളില് നമ്മുടെ അലസത, ശരിയാണോ? മൂഡ് സ്വിങ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മൂഡ് മാറി, നമ്മൾ ആകെ പ്രശ്നത്തിലായി, നമ്മൾ എന്തോ പറയേണ്ടത്, ഡിപ്രഷനിലായി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ ഉറക്കത്തിൽ നിന്ന് ഉണ്ടാവുന്നു. അതുപോലെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് ഈ ഉറക്കത്തിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഏജിലുള്ളവരും ഇത്ര മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഓരോ പ്രായത്തിലുള്ളവരും, നമ്മുടെ കുട്ടികളാവട്ടെ, ടീനേജിലുള്ളവരാവട്ടെ, അഡൽട്സ് ആവട്ടെ, അതുപോലെ തന്നെ സീനിയേഴ്സ് ആവട്ടെ. സാറേ നെക്സ്റ്റ് സ്ലൈഡ് ആയിക്കോട്ടെ. അത് നമ്മൾ ഓരോരുത്തരും എത്ര, അല്ല സാറേ ഇതല്ല, മൂന്നാമത്തെ സ്ലൈഡ്. സ്ലൈഡ് വരുമായിരിക്കും. അപ്പൊ നമ്മുടെ ടീനേജിലുള്ളവരാവട്ടെ, അഡൽട്സ് ആവട്ടെ, സീനിയേഴ്സ് ആവട്ടെ, അപ്പൊ നമ്മൾ ഓരോരുത്തരും നമുക്ക് ഉറങ്ങാൻ എടുക്കേണ്ട സമയം വ്യത്യസ്തമുണ്ട്. നമ്മുടെ ടീനേജുകാര് എന്ന് വെച്ചാൽ ഈ 13 വയസ്സ് തൊട്ട് 17 വയസ്സ് വരെയുള്ള ടീനേജേഴ്സ് നമ്മള് ഏകദേശം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ പോലും ഞാൻ നിങ്ങളോടൊന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയാം. നമ്മള് 8 മണിക്കൂർ തൊട്ട് 10 മണിക്കൂർ വരെ ടീനേജുകാർ ഉറങ്ങുക എന്നതാണ് പ്രധാനം. അഡൽട്സ് ആണെങ്കിലോ, അഡൽട്സ് എന്ന് പറയുമ്പോൾ ആരാണ്? ഏകദേശം നമ്മളൊക്കെ അഡൽട്സാ, പിന്നെ സീനിയേഴ്സും ഉണ്ട്, അത് വേറെ കാര്യം. അവര് ഈ 18 തൊട്ട് 64 വയസ്സ് വരെയുള്ള ഈ അഡൽട്ട് എന്ന് പറയുന്നവര് 7 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങിയിരിക്കണമെന്നാ പറയുന്നത്. അതുപോലെ സീനിയേഴ്സ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സീനിയർ സിറ്റിസൺസ്, 65 വയസ്സിന് മുകളിലുള്ളവര്, അവര് എത്ര മണിക്കൂർ ഉറങ്ങണം? അവരും ഈ പറയുന്ന പോലെ 7 തൊട്ട് 8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളത് അവരുടെ ജീവിതചര്യയാക്കി മാറ്റണം. അതാണ് നമ്മളുടെ ഉറക്കത്തിന് വേണ്ടത്. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ഈ ടീനേജിലെ 13 തൊട്ട് 17 വയസ്സുള്ള കുട്ടികൾ ഒരു കാരണവശാലും ഇപ്പൊ ഇത്രയും മണിക്കൂർ ഉറങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ സ്കൂൾ ബസ് രാവിലെ 6 മണിക്ക്, നമ്മുടെ വാതിൽ 6 മണിക്ക് സ്കൂൾ ബസ് വരുന്ന സ്കൂളുകളുണ്ട്. ഈ കുട്ടികളെ വൈകിട്ടും അതുപോലെ തന്നെ തിരിച്ച് 6 മണിയാവും വരാൻ. വീട്ടിൽ വന്ന് ട്യൂഷൻ, പിന്നെ ഹോംവർക്ക് എല്ലാം കഴിഞ്ഞ് 11 മണിക്ക് കിടക്കും. 4 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റാലേ ഇവർക്ക് ഈ സമയത്ത് പോകാനൊക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ പ്രായത്തിനും അനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കണം. നമ്മള് ഈ ക്ഷീണിച്ച്, സ്ലൈഡ് മാറ്റിക്കുക സാറേ. നമ്മൾ അതുപോലെ തന്നെ ക്ഷീണിച്ച് നമ്മൾ വന്ന് കിടക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? ഒന്ന് സുഖമായിട്ട് ഉറങ്ങാൻ. ശരിയല്ലേ? നമുക്ക് സുഖമായിട്ടൊന്ന് ഉറങ്ങാന്, സമാധാനത്തോടെ സന്തോഷത്തോടു കൂടി നമുക്ക് എഴുന്നേൽക്കാന്,
അതിന് നമുക്ക് കഴിയണം. അതിനു വേണ്ടി നമുക്ക് സഹായിക്കാൻ വേണ്ടി നമ്മുടെ ഈ കമ്മ്യൂണിറ്റി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാണ്, അതാണ് നമ്മുടെ സ്ലീപ്പ് എൻഹാൻസർ. ഇതാണ് നമ്മുടെ പുതിയ പ്രൊഡക്റ്റ്. ഒരു 4 മാസത്തിന് മുന്നേ ബാംഗ്ലൂരിൽ ഒരു ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ലോഞ്ച് ചെയ്തത്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും സ്വാഭാവികമായിട്ടും. സ്ലീപ്പ് എൻഹാൻസർ, ശരിയല്ലേ? ഇത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് ഒരു അരമണിക്കൂറിന് മുന്നേ നമ്മൾ കഴിക്കണം. അത് നമ്മുടെ നമുക്ക് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ മനസ്സമാധാനത്തോട്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മനസ്സമാധാനത്തോടു കൂടി ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം. നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്ലൈഡ് ഇട്ടോ സാറേ. മനസ്സമാധാനത്തോടുകൂടി നമുക്ക് ഉറങ്ങാനും മനസ്സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് എഴുന്നേൽക്കാനും നമുക്ക് ഏറ്റവും സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ സ്ലീപ്പ് എൻഹാൻസർ, പുതിയൊരു പ്രോഡക്റ്റ്. നമ്മുടെ കമ്പനി, നമ്മുടെ കമ്മ്യൂണിറ്റി നമുക്ക് തരുന്ന എല്ലാ പ്രോഡക്റ്റുകളും അമേസിംഗ് ആണ്. പക്ഷെ നമുക്ക് ഈ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത് ഏറ്റവും ഇതുണ്ട്. സ്ലീപ്പ് എൻഹാൻസിന്റെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കിക്കോ. നമുക്ക് സമാധാനത്തോടെ ഉറങ്ങാനും രാവിലെ സമാധാനത്തോടെ സന്തോഷത്തോടെ കൂടി എഴുന്നേക്കാനും നമ്മളെ സഹായിക്കുന്ന എൻഹാൻസർ. ശരിയാണല്ലോ? ഈ സ്ലീപ്പ് എൻഹാൻസർ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? നമ്മുടെ സാഫ്രോൺ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാക്റ്റിൽ നിന്ന് എടുക്കുന്ന ഒരു എഫ്രോൺ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നാണ് ഇതെടുക്കുന്നത്. ഇപ്പൊ ഞാൻ സാഫ്രോൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. എനിക്ക് പോലും ചിലപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലാവണമെന്നില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പണ്ട് കാലത്ത് ഈ ഗർഭിണികളൊക്കെ പണ്ട് കാലത്ത് കുഞ്ഞിന് നിറം വെക്കാനെന്നൊക്കെ പറഞ്ഞ് നമ്മള് കഴിച്ചുകൊണ്ടിരുന്നൊരു സംഭവമുണ്ട്, കുങ്കുമപ്പൂവ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കുങ്കുമപ്പൂവ്. അപ്പം ഈ കുങ്കുമപ്പൂ കേട്ടിട്ടും ഉണ്ടായിരിക്കും, നമ്മൾ കഴിച്ചിട്ടുള്ളവർ കാണും, അല്ലെങ്കിൽ കേട്ടിട്ടുള്ളവർ കാണും. മിക്കവാറും നമ്മളിപ്പോ ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും കഴിക്കാൻ പറ്റണമെന്നുമില്ല. അപ്പൊ അങ്ങനെ ഈ കുങ്കുമപ്പൂ എന്ന് പറയുന്ന സംഭവം, അത് സാധാരണ കുങ്കുമപ്പൂ അല്ല. നമ്മളിപ്പം അലോവേര ഡ്രിങ്ക് കഴിക്കുമ്പോൾ നമ്മൾ പറയും 2000-ലധികം വെറൈറ്റിയിലുള്ള അലോവേരാസ് ഉണ്ട്. 2000-ലധികം വെറൈറ്റിയിലുള്ള അലോവേരാസ്. 2000-ലധികം വെറൈറ്റിയുള്ള അലോവേരാസിൽ നിന്ന് ഏറ്റവും ക്വാളിറ്റി കൂടിയ അലോവേര തെരഞ്ഞെടുത്ത് അതിൽ നിന്നുണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ് നമ്മൾ അലോവേര ജെല്ലായിട്ട്, അലോവേര ഡ്രിങ്ക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്പെയിനിൽ നിന്നുള്ള ഏറ്റവും നല്ല കുങ്കുമപ്പൂവ്, ആ കുങ്കുമപ്പൂവിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന അതിന്റെ ഏറ്റവും സത്ത്, ഈ സ്പെയിനിൽ നിന്ന് വരുന്ന കുങ്കുമപ്പൂ കൊണ്ടുവന്ന സ്പെയിനിലുള്ള കുങ്കുമപ്പൂവിന്റെ ഏറ്റവും നല്ല സത്ത്, അതിന്റെ സത്ത് എടുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. അത് വെറുതെ ചെയ്യുമല്ല, ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെ അത് വേർതിരിച്ചെടുത്ത് നമ്മള് ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഉറക്കത്തിന് വേണ്ടി എത്രമാത്രം അതിനെ സഹായിക്കുന്നു എന്നൊക്കെ നോക്കി, അതിൽ ഉറക്കത്തിന് വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആക്കി അതിനെ മാറ്റിയിരിക്കുകയാണ് ഈ സ്ലീപ്പ് എൻഹാൻസർ എന്ന് പറയുന്നത്. കേൾക്കാം? സ്ലൈഡ് മാറ്റിക്കോ സാർ. ഓക്കെ, നിങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഇത് ഉപയോഗിക്കേണ്ട വിധം എന്ന് വെച്ചാല്, നമ്മളെല്ലാം വെറുതെ ഷേക്ക് അടിക്കുന്ന പോലോ അങ്ങനെയൊന്നും അല്ല ഉപയോഗിക്കേണ്ടത്. ഇതിന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ 2 സ്പൂൺ, നമ്മൾ എ ഫ്രഷ് എടുക്കുന്ന പോലെ തന്നെ 2 സ്പൂൺ, ഏകദേശം 2 സ്പൂൺ എന്ന് പറയുമ്പോൾ 1 ഗ്രാം, അതാണ് 2 സ്പൂൺ എന്ന് ഉദ്ദേശിക്കുന്നത്. 1 ഗ്രാം, ഈ 1 ഗ്രാം ഈ സ്ലീപ്പ് എൻഹാൻസർ എടുത്തിട്ട് ചൂടുവെള്ളത്തിലോ പച്ചവെള്ളത്തിലോ, ചിലർക്ക് ചൂടുവെള്ളത്തിൽ കുടിക്കുന്നതായിരിക്കും ഇഷ്ടം, ചൂടോടെ കുടിക്കാം. നമ്മൾ എ ഫ്രഷ് ആയാലും നമ്മൾ ചിലപ്പോൾ ചൂടോടെ കുടിക്കുന്ന ഇഷ്ടമുള്ളവരുണ്ട്, അല്ലാതെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പൊ ഈ പ്രോഡക്റ്റ് ആയാലും ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ ഏതിലോ ആയാലും കലക്കി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നതിന്, ഇപ്പൊ 9 മണിക്ക് ഇല്ല 10 മണിക്ക് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 9 മണിക്ക് നമ്മൾ എപ്പോ ഉറങ്ങാൻ പോകുന്നോ അതിന് 1 മണിക്കൂർ മുന്നേ നമ്മൾ സിപ്പായിട്ട് എൻജോയ് ചെയ്ത് കുടിക്കണം.
നമ്മൾ സാധാരണ വാട്ടർ ഇൻടേക്കും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. നമ്മളോട് ഇപ്പൊ നമ്മുടെ കോച്ച് പറയും നിങ്ങൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം, 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോൾ നമ്മള് അയ്യോ പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഒരു 250 ഇല്ലേ 1/2 ലിറ്റർ വെള്ളം ഒരുമിച്ച് കുടിക്കാന്നൊരു കാര്യമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം. നമ്മൾ സിപ്പായിട്ട് വെള്ളം കുടിക്കണം. അങ്ങനെയാണല്ലോ നമ്മൾ കുടിക്കുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ഈ സ്ലീപ്പ് എൻഹാൻസറും നമ്മൾ അതുപോലെ തന്നെ സിപ്പായിട്ട് എൻജോയ് ചെയ്ത് കുടിക്കണം. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇത് കുടിക്കാൻ പാടുള്ളൂ. അല്ല നമ്മൾ രാവിലെ കുടിച്ചു, ഉച്ചയ്ക്ക് കുടിച്ചു, വൈകിട്ട് കുടിച്ചു എന്ന സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും കുടിക്കുന്നതിൽ ഒരു കാര്യമില്ല. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുന്നേ മാത്രം നമ്മൾ കുടിക്കുക. 1 മിനിറ്റ്, 1 സെക്കൻഡ്. അപ്പൊ നമ്മൾ അന്നേരം മാത്രം ഇത് കുടിക്കുക. പിന്നെ ഗർഭിണികള്, മുലയൂട്ടുന്ന അമ്മമാര്, അങ്ങനെയുള്ള നമ്മുടെ അങ്ങനെ ഉള്ളവര്, പിന്നെ അതുപോലെ തന്നെ ഈ ഉറക്ക ഗുളികകളൊക്കെ കഴിക്കുന്നവരുണ്ടല്ലോ. ഇവിടെ എന്റെ അമ്മ 3 ഉറക്ക ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ അങ്ങനെ ചില സാഹചര്യങ്ങളിൽ ചില അസുഖങ്ങൾ കൊണ്ട് അവർക്ക് ആ ഉറക്ക ഗുളിക കഴിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവര് ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വന്നതാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് ഇതെടുത്തങ്ങ് മേടിച്ചതും കഴിക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ ഗർഭിണികളായാലും മുലയൂട്ടുന്ന അമ്മമാരായാലും ഈ തീരെ വയ്യാതെ ഇങ്ങനെ സ്ലീപ്പിംഗ് നല്ല നല്ല അസുഖങ്ങളൊക്കെ ആയിട്ട് സ്ലീപ്പിംഗ് വെൽസ് ഒക്കെ തുടർച്ചയായിട്ട് കഴിക്കുന്നവരൊക്കെ ആയാലും നമ്മൾ നല്ലതായിട്ട് ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്ലീപ്പിംഗ് എൻഹാൻസർ വളരെ നമുക്ക് നല്ലൊരു സംഭവമാണെങ്കിൽ പോലും ചില ആൾക്കാരുമായിട്ട് ഇവർ ഒട്ടും ചേരത്തില്ല. ചിലരുമായിട്ട് വളരെ വലിയ കൂട്ടുവാ. നമ്മളും അങ്ങനെയാണല്ലോ. ചിലരെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലരെ നമുക്ക് ഇഷ്ടമല്ലായിരിക്കും. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഈ ഈ പ്രോഡക്റ്റിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാരാന്നറിയാവോ? നമ്മുടെ നൈറ്റ് വർക്ക്. ആ പുള്ളി ഇദ്ദേഹം കൂടെ ചേർന്നാൽ ഓക്കെയാ. നമുക്ക് ഈ പ്രോഡക്റ്റിന് പ്രത്യേകിച്ച് എന്തുവാ കളറോ ഷുഗറോ ഒന്നും ആഡ് ആയിട്ടില്ലെങ്കിൽ പോലും ഈ നൈറ്റ് സെറ്റ് ഇതിൻ്റെ കൂടെ കഴിച്ചാല് നമുക്ക് എന്തോ ഗുണമെന്നറിയാവോ? ഇവർ രണ്ടുപേരുടെ അങ്ങ് സെറ്റ് ആവും. ഇതിന്റെ ടേസ്റ്റ് നല്ലതായിരിക്കും. ഇത് പ്രത്യേകിച്ച് അതിന്റെ ഒരു നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ ഗുണം കൂടുതലായിട്ട് കിട്ടും. നിങ്ങൾ നോക്കിക്കേ, കണ്ടോ? അപ്പം ഈ 2 പ്രൊഡക്റ്റ് കൂടെ ചേരുമ്പം നമുക്കുണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാവോ? നമ്മുടെ പ്രഷർ, ബ്ലഡ് പ്രഷർ, ചിലർക്ക് ഹൈ പ്രഷർ ആയിരിക്കും, ചിലർക്ക് ലോ പ്രഷർ ആയിരിക്കും. ഏത് പ്രഷർ ഉള്ളവരായാലും നമ്മുടെ പ്രഷറിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് സഹായിക്കും. ഇത് രണ്ടും കൂടെ കഴിച്ചാല് സ്ലീപ്പ് എൻഹാൻസറും അതുപോലെ തന്നെ ഈ നൈറ്റ് വർക്ക് കൂടെ കഴിച്ചാല് നമ്മുടെ ഈ ബ്ലഡ് പ്രഷറിനെ ഒന്ന് നോർമൽ ആക്കുന്നതോട് കൂടി തന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിനൊരു മെഡിറ്റേഷൻ. എന്താണെന്നറിയാമോ? നമുക്ക് പ്രഷർ കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിനാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നമുക്ക് പ്രഷർ കൂടുമ്പോൾ ഹാർട്ടിനും പ്രഷർ ആവും, ഹാർട്ട് അറ്റാക്കുകൾ, അങ്ങനെ പല സംഭവങ്ങളും രാത്രിയിൽ ഉണ്ടാവുന്നുണ്ടല്ലോ ഇപ്പൊ ധാരാളം. അപ്പൊ അതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതിന്റെ ടേസ്റ്റ് നല്ലതായിരിക്കും. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിച്ചാല് അത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ചേരാത്ത 2 പേരുണ്ട്. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതെന്ന് പറയാൻ ചില പേഴ്സൺസ് എന്ന് പറയുന്ന പോലെ ഇവര് ചേരാത്ത 2 പേരുണ്ട്. ആരൊക്കെയാ? നമ്മുടെ സ്ലീപ്പ് എൻഹാൻസറും എയർ ഫ്രഷും. എയർ ഫ്രഷ് എന്ന് വെച്ചാൽ നമുക്ക് എനർജി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് എയർ ഫ്രഷ്. നമുക്കറിയാമല്ലോ, നമ്മുടെ എനർജി ഡ്രിങ്ക് ആണ് എയർ ഫ്രഷ്. ഈ എയർ ഫ്രഷിന്റെ കൂടെ ഒരു കാരണവശാലും ഈ സ്ലീപ്പ് എൻഹാൻസർ ഉപയോഗിക്കാൻ പാടില്ല. എന്താ കാര്യം? ഒരാള് നമുക്ക് എനർജി തരാനിരിക്കുന്നു, ഒരാള് നമ്മളെ ഉറക്കാനിരിക്കുന്നു. അപ്പൊ ഇത് രണ്ടുപേരുടെ ചേർന്ന് എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും ഈ എയർ ഫ്രഷിന്റെ കൂടെ ഈ സ്ലീപ്പ് എൻഹാൻസർ ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ. അപ്പൊ നമ്മള് ഈ സ്ലീപ്പ് എൻഹാൻസറിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമ്മള് ഡെയിലി ഒരുപാട് പേര് ഉപയോഗിക്കുന്നവര് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ സ്ലീപ്പ് എൻഹാൻസർ ഞാൻ ഈ പറഞ്ഞ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയവരും ഇത് ഉപയോഗിക്കുന്നവരും ഒക്കെ കാണും. അപ്പൊ ആരെങ്കിലും ഒക്കെ 2-3 പേര് അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സന്തോഷമായിരിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ
പേര് ആഞ്ചല, വയസ്സ് 62. ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് കേൾക്കാമോ മാഡം? കേൾക്കാം. സൂപ്പർ, പറയൂ. അപ്പൊ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഷുഗർ ഹൈ ആയിട്ടുണ്ടായിരുന്നു. അതൊരു മെഡിസിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഷുഗർ ആയിരുന്നു. പക്ഷെ അത് 700-ന് മേലെ എത്തിയിരുന്നു എന്റെ ഷുഗർ. അതിൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഒരു 12 വർഷമായിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. പക്ഷെ എന്നിട്ടൊരു മെന്റൽ പേഷ്യന്റ് പോലെ ആയി ഞാനൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടർ ഉറക്ക ഗുളിക തന്നാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. പക്ഷെ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്ന് ഫസ്റ്റ് എന്റെ കോച്ച് എനിക്ക് ഒരു എയർ ഫ്രഷ് തന്ന് ഞാൻ അന്ന് തന്നെ ഞാൻ നല്ലൊരു ഡീപ്പായ ഉറക്കം എനിക്ക് ലഭിച്ചു. അതാണ് ഞാൻ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള കാരണം. ഇപ്പൊ ഞാൻ ഈ നമ്മുടെ പോയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ലോഞ്ച് ചെയ്ത സ്ലീപ്പിംഗ് ഹാൻഡ്സും നൈറ്റ് വർക്ക്സും കൂടി ഉൾപ്പെടുത്തിയാണ് ഞങ്ങള് രാത്രി കഴിക്കുന്നത്. ഞാനും എന്റെ ഹസ്ബൻഡും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സൂപ്പർ ഫുഡാണ്. നമുക്ക് ഡീപ്പായ ഒരു ഉറക്കമാണ്. അതുപോലെ ഞാൻ ഇപ്പൊ 2 വർഷമായി ഞാൻ ഈ പ്രോഗ്രാമിലോട്ട് വന്നിട്ട്. പക്ഷെ ഞാൻ ആദ്യം കുടിച്ചൊരു എയർ ഫ്രഷ് അന്ന് തുടങ്ങി 2 വർഷമായിട്ടും എനിക്ക് നല്ലൊരു ഡീപ്പ് സ്ലീപ്പിംഗ് ആണ്. അതുപോലെ തന്നെ ഷുഗർ 1 മാസം കൊണ്ട് എനിക്ക് 120 എത്തിക്കാൻ സാധിച്ചായിരുന്നു. എനിക്ക് യാതൊരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല. എല്ലാം സൂപ്പർ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു. ഞങ്ങള് ഫാമിലിയോടുകൂടി ഫുഡ് കഴിക്കുന്നു. ഇതിനെല്ലാം അവസരം തന്നത് എന്റെ കോച്ച് ജോൺസൺ ആൻഡ് പിങ്കിയാണ്. അവർക്ക് ഫ്രം ദ ഹാർട്ടിന് താങ്ക്സ് പറയുന്നു. സൂപ്പർ. മാഡം, ഈ ഷേക്കിന്റെ കൂടെ ഫൈബറും ചേർത്താണോ കഴിച്ചുകൊണ്ടിരുന്നത്? അതെ. അതാണ്, ഈ ഫൈബർ ആണ് നമ്മളെ ഈ ഷുഗർ ലെവൽ ചെയ്യാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു സംഭവം. അത് എനിക്കും ഷുഗർ ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഷുഗർ ഒരു പ്രശ്നമായിട്ടാണ് ഞാനും ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നത്. ഏറ്റവും വലിയ പ്രശ്നം എനിക്കും ഷുഗർ ആയിരുന്നു. അത് പക്ഷെ കൺട്രോൾ ആയില്ലേ മാഡത്തിനെ പോലെ? മെഡിസിൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വന്ന ഡോക്ടർ ഒന്നും കഴിക്കുന്നില്ല ഇപ്പൊ. സൂപ്പർ റിസൾട്ട്, സൂപ്പർ. ഹലോ, ഗുഡ് മോർണിംഗ്. അതെ, മാഡത്തിന്റെ റിസൾട്ട് ഇങ്ങനെയായിരുന്നു. ഞങ്ങള് 10 കിലോണ് 1 മാസം കൊണ്ട് ഞങ്ങള് വെയിറ്റ് കുറച്ചത്. സൂപ്പർ റിസൾട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് കബീർ. ഞാൻ ഫിറ്റ് ലൈഫ് കരിക്കല്ലത്താണിൽ നിന്നാണ് സംസാരിക്കുന്നത്. പറഞ്ഞോളൂ സർ. ഞാന് 2 മാസമായി ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട്. വരുന്നതിന് മുന്നേ എനിക്ക് നെഞ്ചരിച്ചല്, ഗ്യാസ് ട്രബിള്, കാലുമസിൽ, കോച്ചിപ്പിടുത്തം ഇത്യാദി അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നു. കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്ത് ഫസ്റ്റ് ദിവസം എയർബ്രഷ്, ഷെയ്ക്ക് ഇതെല്ലാം എടുത്ത് 3 ദിവസം ആയപ്പോഴത്തെ എനിക്കൊരു നല്ലൊരു സുഖം ഫീൽ ചെയ്തു. അത് ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. അങ്ങനെ 2 മാസം ഞാൻ കണ്ടിന്യൂ ആയിട്ട് തുടർന്നു. എല്ലാ ഹെൽത്ത് ഇഷ്യൂസും മാറി. എന്റെ തെറ്റായ ഭക്ഷണ രീതിയിൽ ഞാൻ നല്ലൊരു ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തപ്പോ എനിക്ക് നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കാൻ വേണ്ടി സാധിക്കുന്നു. അതിനെ എന്നെ സഹായിച്ച എന്റെ കോച്ച് ഫൈസൽ, അപ്ലൈൻ കോച്ചസ് അനീഷ് മുഹമ്മദ്, സീനിയർ കോച്ച് അൻസാറ, ഷക്കീല മാഡം, എല്ലാവർക്കും സ്വന്തം ഹാർട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു ഹർബാലെ. താങ്ക് യു ബാക്ക്. സൂപ്പർ റിസൾട്ട്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വയസ്സ് 45. പറഞ്ഞാട്ടെ. ഞാൻ ടീം ഫിറ്റ് ലൈഫിൽ നിന്ന് കാണിച്ചായിരിക്കുന്നു. ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതിന്റെ മുന്നേ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ. ഇന്നത്തെ ക്ലാസ് വളരെ സൂപ്പർ ആയിട്ടുണ്ട്. ഉറക്കത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ഉറക്കം കൂടുതലായിരുന്നു ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന്റെ മുന്നേ. ഏത് സമയം ഇരുന്നാൽ ഉറങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഈ കമ്മ്യൂണിറ്റിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം എന്റെ ഭക്ഷണ രീതി, എന്റെ ഈറ്റിംഗ് ഹാബിറ്റ് എന്റെ കോച്ചിന്റെ സഹായത്തോട് കൂടിയിട്ട് നല്ലൊരു ഈറ്റിംഗ് ഹാബിറ്റ് എനിക്ക് ചേഞ്ച് ആക്കി തന്നതിന്റെ ഭാഗമായിട്ട് 3 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് കഴിച്ചു. ആ സമയം എനിക്കുണ്ടായിരുന്ന 20 കിലോ എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു. കൂടാതെ മുട്ടുവേദന ഉണ്ടായിരുന്നു, മസിൽ പെയിൻ ഉണ്ടായിരുന്നു, ജോയിന്റ് മൊത്തം പെയിൻ ആയിരുന്നു. എവിടൊക്കെയാണോ വേദന എന്ന് പറയാൻ കഴിയില്ല, അത്രയും വേദനയായിട്ടാണ് ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. വെയിറ്റ് കുറയ്ക്കാൻ ഡോക്ടർ പറയും. എങ്ങനെ കുറയ്ക്കണം എന്ന് പറയാൻ നമ്മൾക്ക് അറിയില്ല. പക്ഷെ നമ്മളുടെ കോച്ച് നമ്മളെ കറക്റ്റ് ആയിട്ട് ഗൈഡൻസ് ചെയ്ത് ഈ എഡ്യൂക്കേഷനിൽ കയറി ഓരോ കോച്ചേഴ്സിന്റെയും വേണ്ട വിധത്തിലുള്ള ഇതാണ് എന്റെ ബിഗ് ഡോക്ടർ. സൂപ്പർ.
സൂപ്പർ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 3 ദിവസമായപ്പോഴേക്കും ഒരു 1,800 വെയിറ്റ് കുറഞ്ഞു. വളരെ സന്തോഷമായി കണ്ടിന്യൂ ചെയ്തു. ഏകദേശം 10 ദിവസമായപ്പോഴേക്കും 3 കിലോ വെയിറ്റ് കുറച്ചു. 3 മാസമായപ്പോഴേക്ക് 18 കിലോ വെയിറ്റ് കുറച്ചു. ഞാൻ ഈ 18 കിലോ വെയിറ്റ് കുറച്ച ഈ പ്രോസസ്സില് ഞാൻ അനുഭവിച്ചിരുന്ന ഒരുപാട് പ്രോബ്ലംസിന് എനിക്ക് സൊല്യൂഷൻ കിട്ടി. ഇപ്പൊ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിരിക്കുന്നു. ഇതിന് എന്നെ സഹായിച്ച എന്റെ കോച്ചിന് ഫ്രം ദ ഹാർട്ടിൽ നിന്ന് താങ്ക്സ് പറയുന്നു. താങ്ക് യു ഹെർബാലൈഫ്. താങ്ക് യു മാറ്റി. സൂപ്പർ റിസൾട്ട്, സൂപ്പർ. ഫോട്ടോ തന്നെ കണ്ടപ്പോൾ നമുക്ക് ആരെയും അറിയത്തില്ല, അത്രയും സൂപ്പർ ആണ് റിസൾട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്റെ പേര് എൽസിക്കുട്ടി. എനിക്ക് 67 വയസ്സാണ്. ഞാൻ വാഴൂർ ഫിറ്റ് ലൈഫിൽ നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. ഞാൻ ഹെർബാലൈഫ് കമ്മ്യൂണിറ്റി വന്നിട്ട് ഇപ്പോ 1-2 വർഷം ആകാൻ പോകുന്നു. 3 മാസം കൊണ്ട് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയതാണ്. ഐഡിയൽ വെയിറ്റ്, ഐഡിയൽ BMI, ഐഡിയൽ ഫാറ്റ് എല്ലാം നോർമലായിട്ട് പോകുന്നു. പക്ഷെ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങള് എനിക്കൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ എനിക്ക് ഉറക്കമില്ലാതെ ആയിപ്പോയി. ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനൊരു സ്ലീപ്പ് എൻഹാൻസ് ഇതിനെ കുറിച്ച് ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ ഇത്രയും കമ്മ്യൂണിറ്റി, ഇത്രയും ആൾക്കാരുള്ള, അതും ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഉറക്കമില്ലാത്ത പലരും ഉണ്ട്. അത് കൂടുതലും എനിക്ക് തോന്നുന്നത് ഈ ഷുഗർ ഒക്കെ ഹൈ ആയിട്ട് നിൽക്കുന്നവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്ന ഉറക്കം കുറവായ രാത്രി ഒരു 12 ആകുമ്പോഴേക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരികയില്ല. പിന്നെ ഒരു 3 മണിയാകുമ്പോൾ പിന്നെ ഒന്ന് ചെറുതായിട്ട് മയങ്ങും, അതുകൊണ്ട് ഉടനെ എഴുന്നേക്കും. അങ്ങനെ ഉള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഈ സ്ലീപ്പ് എൻഹാൻസ് ലോഞ്ച് ചെയ്തപ്പോ തന്നെ ഞാൻ അത് പ്രിഫർ ചെയ്തു. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു ആദ്യമേ തന്നെ നല്ലൊരു ഫ്രഷ്നെസ്. എഴുന്നേൽക്കുമ്പോ നമുക്ക് ആ കണ്ണിന് കുളിപ്പുണ്ടാവുമല്ലോ രാത്രി ഉറങ്ങാതിരിക്കും. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോ നമുക്ക് ഇനി ഉറക്കം കുറവാണെങ്കിൽ പോലും അത് ഇത് ചെയ്യുന്നില്ല, നമുക്കത് അനുഭവം ആകുന്നില്ല. നല്ലൊരു എനർജി ഇല്ല, ആ കണ്ണിന് കുളിപ്പ് മാറും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇപ്പം. മാഡം പറഞ്ഞപ്പോ സ്ലീപ്പ് എൻഹാൻസും നൈറ്റ് വർക്കും കൂടെ ഒരുമിച്ച് ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചു നോക്കും. അപ്പൊ നല്ല സൂപ്പർ അപ്പൊ അതിന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോ നമുക്ക് ആ എക്സസൈസ് ചെയ്യാൻ പോകുമ്പോ കറക്റ്റ് ആയിട്ട് എഴുന്നേക്കാനും പറ്റുന്നുണ്ട്. നല്ല സ്ട്രെങ്തോടെ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ്. അപ്പൊ ഇതിനെല്ലാം നന്ദി പറയുന്നത് എന്റെ കോച്ച്, അതുപോലെ തന്നെ അപ്ലൈൻ ലീഡേഴ്സ്, സിസ്റ്റത്തിനോട്, മാർക്കറ്റ്സിനോട്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ ഒരു ക്ലാസ് എന്ന് വെച്ചാല് ഞാനിങ്ങനെ ക്ലാസ് എടുത്തപ്പോൾ അതിന് ഇത്രയും നല്ല റിസൾട്ടുകൾ, ആ വിഷയത്തെ കുറിച്ച് തന്നെ ഇത്രയും നല്ല റിസൾട്ടുകൾ വന്നു. അതെനിക്ക് വളരെയധികം സന്തോഷം. അതുപോലെ ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും എനിക്ക് ഇരുന്ന് നാമം ചൊല്ലാൻ പറ്റത്തില്ലായിരുന്നു, ഉറക്കക്കുറവ്, അങ്ങനെ പല പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ ഇതെല്ലാം പരിഹരിച്ച് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനും ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വാക്കെങ്കിലും സംസാരിക്കാനും എന്നെ സഹായിച്ചത് എന്റെ കോച്ചാണ്. എന്റെ കോച്ച് മറയൂർ ക്ലബില് ആണ് ഉള്ളത്, നമ്മുടെ ദീപ്തി സന്തോഷ് മാഡം. അതുപോലെ തന്നെ എന്റെ സീനിയർ കോച്ചസായ ബബി മാഡം, രതീഷ് സാറ്, ഷെരീഫ് സാറ്, സോഫിയ മാഡം, അങ്ങനെ എല്ലാവർക്കും ഈ സിസ്റ്റത്തിനും മാത്യൂസിന്, നമ്മുടെ രാജ്കുമാർ സാർ, കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ കണ്ടു രാജ്കുമാർ സാറിനെ, അങ്ങനെ രാജ്കുമാർ സാറ്, അങ്ങനെ എല്ലാവർക്കും നമുക്ക് എന്റെ ഫ്രം ദ ഹാർട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ദൈവത്തിന് എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു. Thank you, Lakshmi Madam. Super class.